ഒരു ഉമ്മ അഞ്ചാമത്തെ പിറന്നാളിന്, മകന്റെ അഞ്ചാമത്തെ പിറന്നാളിന് ഉമ്മാനോട് മകൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ എനിക്ക് എന്താ സമ്മാനം തരിക 18ാമത്തെ പിറന്നാളിന്? ഉമ്മ ഒന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, മോനെ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണോ അതെന്റെ ഉമ്മ എനിക്ക് തരും. 17ാമത്തെ വയസ്സിൽ ആ കുട്ടി പെട്ടെന്ന് ബോധം കെട്ടു വീണു. പരിശോധിച്ച ഡോക്ടർമാർ വിധി എഴുതി, കുട്ടിയുടെ കരൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മാറ്റിവെക്കണം. മാസങ്ങളോളം ആശുപത്രിയിൽ കടന്നു. 18ാമത്തെ പിറന്നാളിന് വീട്ടിൽ വന്നു മകൻ. വീട് മൊത്തം ഉമ്മനെ തെരഞ്ഞു സമ്മാനത്തിന്. അവസാനം ഉമ്മയെ കാണാതായപ്പോ കിടക്കയിൽ വന്നിരിക്കുന്ന മകന്റെ കയ്യിലേക്ക് വാപ്പൊരു എഴുത്തു കൊടുത്തു. ആ എഴുത്തിലുള്ളത് ഇങ്ങനെയായിരുന്നു, പൊന്നുമോനെ, മോൻ ഉമ്മാനോട് ചോദിച്ചില്ലേ 18ാമത്തെ പിറന്നാളിന് ഉമ്മ എന്താ സമ്മാനം തരിക എന്ന്? എന്നാൽ നീ അറിഞ്ഞ മോനെ, നിന്റെ നെഞ്ചിൻ കൂടിലുള്ള കരട് അത് ഉമ്മാന്റെ കരളാണ് മോനെ. അതാണ് മനുഷ്യരെ പെണ്ണ്. സഹിക്കാനാവാത്ത വേദനയാണെന്നറിഞ്ഞിട്ടും ഗർഭം ധരിക്കുന്ന പെണ്ണ്. ജീവിതത്തിന്റെ 2 വർഷക്കാലത്തോളം ഒരുപാട് ത്യാഗം സഹിച്ച് മക്കളുടെ പീയം പിടിപ്പിക്കുന്ന പെണ്ണ്. 5ഉം 10ഉം വയസ്സ് വരെ നെഞ്ചുരുകി മക്കൾക്ക് വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെക്കുന്ന പെണ്ണ്. കുടുംബത്തിൽ കിട്ടേണ്ട സന്തോഷങ്ങൾ കിട്ടാതിരുന്നിട്ടും ആരെയും അറിയിക്കാതെ നെഞ്ചിൽ കൊണ്ടു നടന്ന് കുടുംബത്തെ സ്നേഹിക്കുന്ന പെണ്ണ്. ആണിൽ നിന്നും കിട്ടുന്ന ക്രൂരതക്കനുസരിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം ആണിനോട് ക്രൂരത ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ ലോകത്ത് ഒരു കുടുംബത്തിലും ഒരു നല്ല പെണ്ണിനെ കാണാൻ സാധിക്കൂലായിരുന്നു. പക്ഷെ അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും സ്ത്രീകൾ സഹിക്കുമ്പോ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാ? കെട്ടിയ പെണ്ണിനെ ബഹുമാനിക്കുന്നവനാ. ആ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം കിട്ടി മരിക്കാൻ പറ്റണം, ആ രീതിയിൽ സ്നേഹിക്കാൻ പറ്റണം. അതുകൊണ്ട്